ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അപ്പോൾ നേരത്തെയൊക്കെ നമുക്കൊരു 5 സൈസ് കിട്ടുമായിരുന്നു, ചെറിയ ചെറിയ കുപ്പികളിലൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം വേണ്ട 2 ഉള്ളൂ. അപ്പം അല്ലല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൗഡറും ഈ ലിക്വിഡും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കാനാണ്. 4 ലിറ്റർ വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഇതാണ് പൗഡർ. ഇതിനകത്ത് കിട്ടിയ ലിക്വിഡ് ഇത് രണ്ടും കൂടെ നമുക്കൊരു വലിയൊരു പാത്രത്തിൽ ഒഴിച്ച്, അതായത് 4 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രം, അതിനകത്തോട് ഒഴിച്ച് ഇത് ആദ്യം മിക്സ് ചെയ്യാവേ. നമുക്ക് പാത്രം റെഡിയാണ്, നമുക്ക് വെള്ളം റെഡിയാണ്. രണ്ടും 4 ലിറ്റർ വെള്ളം. ഇനി ഈ പൊടിയെടുത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഈ ലിക്വിഡ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് തവിയെടുത്ത് നമ്മളിത് നല്ലതുപോലെ യോജിപ്പിക്കുവാണ്. തരി കാണല്ലേ, തരിയില്ലാതെ നമുക്കിത് ഇളക്കി കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ദോശമാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു മിനിറ്റ്, ഞാൻ ഈ ക്യാമറ താത്ത് വെക്കട്ടെ. 2 കൈ വേണം, അതുകൊണ്ടാണ് അത് താത്ത് വെച്ചത്. നമ്മളിത് കുറേശ്ശെ ഒഴിച്ച് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ തന്നെ നമ്മൾ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇത് നല്ലോണം കുറുകിയിരിക്കുക. ഈ 2 ലിറ്റർ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ എടുത്തത് 5 ലിറ്ററിൻ്റെ പാത്രമാണ്. ഇത് കണ്ടോ, നമ്മൾ 4 ലിറ്ററിൻ്റെ വെള്ളം ഒഴിച്ചു. 4 ലിറ്റർ അല്ല, 2.25 ആയതല്ലേ എഴുതിയിരുന്നത്. പിന്നെ ഇത്രയായേ. ഇനി നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിത് അടച്ചു വെക്കാം. ഒന്നീ നമുക്ക് ഈ കുപ്പികളിൽ തന്നെ തിരിച്ചൊഴിച്ച് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ കുപ്പികളിൽ തന്നെ അങ്ങ് ആക്കിയേക്കാം. ഇത് തന്നെ നല്ല കുറുകിയായിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചിലവാകും. ഈ സോപ്പ് പത പോകുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഉപയോഗിക്കണ്ടേ. അപ്പം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടെ ലൂസാക്കിക്കൊണ്ടേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് കുപ്പികളിലാക്കി ഈ കുപ്പികളിൽ തന്നെ ആക്കിക്കൊണ്ട് വരാം. അപ്പം നമ്മൾ 4 ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയെങ്കിലും ഇത് കലക്കി വന്നപ്പോൾ നമുക്ക് 5 ലിറ്റർ കിട്ടി. ഇതുകൊണ്ട് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലൂടെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ഇത് കഴുകി, ഇത് മുഴുവൻ ഇതാണ്, ഇത് കഴുകി നമുക്കൊരു കൊച്ചു കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ഇത് നേർപ്പിച്ച പോലെ ആവും. ഇത് നല്ല കൊഴുകൊഴാന്നാണ് ഇരിക്കുന്നത്. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കത്തക്ക വിധത്തിലാവും. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കണ്ട് 240 രൂപയാണ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു കുപ്പിയിലും കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി വെള്ളം ചേർത്തതാണ്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.